ലോകം 20-ാം നൂറ്റാണ്ടിൽ. 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ലോകം 20-ാം നൂറ്റാണ്ടിൽ. ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം എങ്ങനെയാണ് നമ്മുടെ ലോകത്തെ ബാധിച്ചതെന്നൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് LDCക്കായിട്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ തുടങ്ങാം. പാർട്ടായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, കാരണം വലിയൊരു ചാപ്റ്ററാണ്. നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്തിലേക്ക്. 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച വ്യവസായ വിപ്ലവത്തെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇത് ക്രമേണ ഇംഗ്ലണ്ടിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ഫാക്ടറികളിൽ മൂലധന നിക്ഷേപം കൂടി, മുതലാളിമാർ ഉൽപ്പാദനം കൂട്ടി, അവരുടെ ലാഭം കൂടി. ലാഭം ലക്ഷ്യമാക്കിയിട്ട് ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്ത് മുതലാളിത്തം എന്ന് അറിയപ്പെടുന്നത്. ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്ത് മുതലാളിത്തം. വൻകിട വ്യവസായങ്ങളുടെ വരവ് മൂലധന നിക്ഷേപത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ആഭ്യന്തര ആവശ്യത്തിനേക്കാൾ ഉൽപ്പന്നങ്ങൾ ഓരോ രാജ്യത്തും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ വിറ്റഴിക്കാൻ ആഭ്യന്തര കമ്പോളങ്ങൾ മാത്രം മതിയായി വന്നില്ല, അവർ പുറത്തേക്ക് വിൽക്കാൻ പോയി. അതാണ് ഇതിനൊക്കെ കാരണമായത്. യൂറോപ്പിലെ വ്യാവസായിക രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിന് എന്ത് കാരണമായി? ഈ ഉൽപ്പന്നങ്ങൾ നല്ലോണം ഉൽപ്പാദിപ്പിക്കുന്നത് കാരണമായി. ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരത്തെ തന്നെ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടങ്ങളിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ രാഷ്ട്രീയ അധികാരവും സൈനിക ശേഷിയും ഉപയോഗിച്ച് സാമ്പത്തിക ചൂഷണം നടത്തി. ഈ രാജ്യങ്ങൾ പിന്നീട് യൂറോപ്യന്മാരുടെ കോളനികളായിട്ട് മാറി. ഈ പ്രക്രിയയാണ് കോളനിവൽക്കരണം. നമ്മുടെ ഇന്ത്യയും അങ്ങനെ ബ്രിട്ടന്റെ കോളനിയായിട്ട് മാറിയതാണ്. സാമ്പത്തിക ചൂഷണം നടത്തി, രാഷ്ട്രീയ അധികാരവും സൈനിക ശേഷിയും അതിനായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ ഓരോ രാജ്യങ്ങളും പിന്നീട് യൂറോപ്യന്മാരുടെ കോളനികളായിട്ട് മാറി. ഇതാണെന്ത് കോളനിവൽക്കരണം എന്ന് അറിയപ്പെട്ടത്. മുതലാളിത്തത്തിന്റെ ചൂഷണത്തിനെതിരായിട്ട് ധാരാളം സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. തൊഴിലാളി സംഘടനകളുടെ നിരന്തര സമരങ്ങളുടെയൊക്കെ ഫലമായിട്ട് അവർ വേതന വർധനവ് നേടി. ഇത് കാരണം മുതലാളിമാരുടെ ലാഭത്തിലൊക്കെ കുറവുണ്ടായി. പിൽക്കാലത്ത് കൊളോണിയൻ മേധാവികൾ കോളനികളിൽ മൂലധന നിക്ഷേപം നടത്തി. അതിന് മുതലാളിത്തത്തെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. കോളനികളിൽ മൂലധന നിക്ഷേപം നടത്താൻ മുതലാളിത്തത്തിനെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്: ഒന്നാമത്തേത് തൊഴിലാളികളുടെ കുറഞ്ഞ കൂലിയാണ്. രണ്ടാമത്തേത് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയാണ്. മൂന്നാമത്തേത് കോളനികളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചെലവ്. ഈ 3 കാരണങ്ങളാണ് മൂലധന നിക്ഷേപം കോളനികളിലേക്ക് വരാനുണ്ടായ കാരണം. ഇതിനെയാണ് സാമ്രാജ്യത്വം എന്ന് അറിയപ്പെടുന്നത്. കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം സാമ്രാജ്യത്വം എന്ന് അറിയപ്പെടുന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനു മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യം സാമ്രാജ്യത്വത്തിന്റെ സവിശേഷതയാണ്. എന്താധിപത്യമാണ്? രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യമാണ്. ഭരണ സംവിധാനം, നിയമവ്യവസ്ഥ, സൈനിക ശക്തി തുടങ്ങിയ ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് കോളനികളിൽ സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ ചൂഷണ നയങ്ങൾ നടപ്പിലാക്കിയത്. അങ്ങനെ നമ്മുടെ ഇന്ത്യയും ബ്രിട്ടന്റെ കോളനിയായിട്ട് മാറുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു കോളനി രാജ്യമായിട്ട് മാറുമ്പോൾ അവരെ പല രീതിയിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. അത് ഓരോ പോയിന്റായിട്ട് അവിടെ നൽകിയിട്ടുണ്ട്. കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു. ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു. പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. നമ്മുടെ ബംഗാളിലെ നീലം കർഷകരുടെ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഭക്ഷ്യവിളകൾക്ക് പകരം നീലം കൃഷി ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചതാണ് അവരുടെ തകർച്ചയ്ക്ക് കാരണമായത്. അപ്പോൾ പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായിട്ട് കൊള്ളയടിക്കപ്പെട്ടു. തദ്ദേശീയമായിട്ടുള്ള കല, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം എന്നിവയൊക്കെ തകർക്കപ്പെട്ടു. കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള മത്സരങ്ങൾ പിന്നീട് യുദ്ധങ്ങളായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുന്നത്. നമുക്കതിനെപ്പറ്റി നോക്കാം. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങളൊക്കെ അവരുടെ ഇടയിൽ ശത്രുതയും സംഘർഷങ്ങളും ഉണ്ടാവാൻ കാരണമായി. ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു. ആരാ നമ്മുടെ മിത്രം, ആരാ നമ്മുടെ ശത്രു എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായി. അങ്ങനെയാണ് എന്ത് രൂപീകരണം ഉണ്ടായത്? സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം ഉണ്ടായത്. അങ്ങനെ രൂപീകരിക്കപ്പെട്ട 2 സൈനിക സഖ്യങ്ങളാണെന്ത്? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സൗഹാർദ്ദവും. അപ്പോൾ ത്രികക്ഷി സഖ്യത്തിലെ 3 രാജ്യങ്ങളാണ് ജർമ്മനി, ആസ്ട്രിയ ഹംഗറി, ഇറ്റലി. ത്രികക്ഷി സൗഹാർദ്ദത്തിലെ 3 രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. അപ്പോൾ ജർമ്മനിയും ആസ്ട്രിയ ഹംഗറി, ഇറ്റലി എന്നിവ ത്രികക്ഷി സഖ്യത്തിലെയും ത്രികക്ഷി സൗഹാർദ്ദത്തിലെ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നിവയായിരുന്നു.
ഇങ്ങനെ രണ്ട് സൈനിക സഖ്യങ്ങളൊക്കെ രൂപീകരിച്ചതിൻ്റെ ഫലമായിട്ട് യൂറോപ്പിലൊരു യുദ്ധാന്തരീക്ഷം തന്നെ ഉണ്ടായി. അവർ വിനാശകാരിയായ പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുകയും വാങ്ങിക്കൂട്ടുകയൊക്കെ ചെയ്തു. സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചു. അതിലൊന്നാണെന്ത്? തീവ്രദേശീയത. മറ്റ് രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു. ഇത് തീവ്രദേശീയത എന്നറിയപ്പെട്ടു. സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നതാണെന്ത്? തീവ്രദേശീയത എന്ന് അറിയപ്പെടുന്നത്. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. തീവ്രദേശീയതയിൽ അധിഷ്ഠിതമായിട്ട് 3 പ്രസ്ഥാനങ്ങളാണ് രൂപം കൊണ്ടത്. അവ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പാൻസ്ലാവ് പ്രസ്ഥാനമാണ്, പിന്നൊന്ന് പാൻ ജർമ്മൻ പ്രസ്ഥാനം, മൂന്നാമത്തത് പ്രതികാര പ്രസ്ഥാനം. അപ്പോൾ ഇത് ഒന്ന് പഠിച്ചു വെക്കണം. പാൻസ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു. അതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു പാൻ സ്ലാവ് പ്രസ്ഥാനം. അപ്പോൾ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പാൻ സ്ലാവ് പ്രസ്ഥാനം. ഇനി പാൻ ജർമ്മൻ പ്രസ്ഥാനം. മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായിട്ട് ജർമ്മനി കണ്ടെത്തിയ മാർഗം ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു. അതിനായിട്ട് ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണെന്ത്? പാൻ ജർമ്മൻ പ്രസ്ഥാനം. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും പാൻ ജർമ്മൻ പ്രസ്ഥാനം. അത് ജർമ്മനിയാണ് ആരംഭിക്കുന്നത്, അവരുടെ നേതൃത്വത്തിലാണ് ആരംഭിക്കുന്നത്. അടുത്തത് പ്രതികാര പ്രസ്ഥാനമാണ്. 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് അൾസേസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഇത് തിരികെ പിടിക്കുന്നതിനായിട്ട് ഫ്രാൻസിൻ്റെ നേതൃത്വത്തിലാണ് പ്രതികാര പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അപ്പോൾ പാൻ സ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത് സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ വേണ്ടിയിട്ട് റഷ്യ നേതൃത്വം നൽകി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം. പാൻ ജർമ്മൻ എന്ന് പറയുന്നത് ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കാൻ ജർമ്മനിയുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത് ജർമ്മനിയോട് പ്രതികാരം ചെയ്യുന്നതിന് ആയിട്ടും അതേപോലെ അവരുടെ കയ്യിൽ നിന്ന് അൾസേസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിനുമായിട്ട് ഫ്രാൻസ് ആരംഭിച്ച പ്രസ്ഥാനമാണിത് പ്രതികാര പ്രസ്ഥാനം. പാൻ സ്ലാവ്, പാൻ ജർമ്മൻ, പ്രതികാര പ്രസ്ഥാനം, 3 പ്രസ്ഥാനങ്ങളും ഓർത്തുവെക്കുക. സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ ചില പ്രതിസന്ധികളിലേക്ക് നയിച്ചു. അതിൽ പെടുന്നതാണ് മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൻ പ്രതിസന്ധിയും. മൊറോക്കൻ പ്രതിസന്ധി പിന്നെ ബാൾക്കൻ പ്രതിസന്ധിയാണ്. അപ്പോൾ എന്താണിത് നമുക്ക് നോക്കാം. മൊറോക്കൻ പ്രതിസന്ധി 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിലൊപ്പിട്ട രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള മൊറോക്കയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യസന്ധി അനുസരിച്ചിട്ട് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള മൊറോക്കയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്താൻ മുമ്പേ ഒരാൾ പദ്ധതിയിട്ടിരുന്നു, അതാണ് ജർമ്മനി. ജർമ്മനി ഇക്കാര്യം അംഗീകരിച്ചില്ല. അതായത് ഫ്രാൻസിൻ്റെ ആധിപത്യം ജർമ്മനി അംഗീകരിച്ചില്ല. മൊറോക്കൻ തുറമുഖമായ അഗഡിറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായിട്ടുള്ള ഫ്രഞ്ച് കോങ്കയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു. ഫ്രാൻസ് എന്ത് ചെയ്തു? തങ്ങളുടെ കോളനിയായിട്ടുള്ള ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് കൊടുത്തു. എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടർന്നു. ഇതാണെന്ത്? മൊറോക്കൻ പ്രതിസന്ധി. അടുത്തത് ബാൾക്കൻ പ്രതിസന്ധിയാണ്. ഗ്രീസിനും കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായാണ് ബാൾക്കൻ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും ഇടയിലായിട്ടാണ് ബാൾക്കൻ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഇത് ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. 1912 ബാൾക്കൻ സഖ്യം സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ ഇതാണ് ബാൾക്കൻ സഖ്യം എന്നറിയപ്പെടുന്നത്. തുർക്കിയെ പരാജയപ്പെടുത്തി. 1912 ബാൾക്കൻ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തി. എന്നാൽ യുദ്ധത്തിൻ്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൾക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഇത് ബാൾക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് കാരണമായി. അപ്പോൾ ബാൾക്കൻ സഖ്യം ആരെ പരാജയപ്പെടുത്തി? തുർക്കിയെ പരാജയപ്പെടുത്തി. പക്ഷേ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ ഭയങ്കര അടിയായി. കാരണം യുദ്ധം കഴിഞ്ഞിട്ട് അവരുടെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ വ്യത്യാസമുണ്ടായി, അഭിപ്രായ വ്യത്യാസമുണ്ടായി. അതോടുകൂടി ബാൾക്കൻ രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായി. ഇതാണെന്ത്? ബാൾക്കൻ പ്രതിസന്ധി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ 2 പ്രതിസന്ധി പഠിച്ചു. ബാൾക്കൻ പ്രതിസന്ധി, അതേപോലെ മൊറോക്കൻ പ്രതിസന്ധി. അതേപോലെ നമ്മൾ 3 പ്രസ്ഥാനങ്ങൾ പഠിച്ചു. പാൻസ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം, പിന്നെ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും പഠിച്ചു.
അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടാവാനുണ്ടായ കാരണത്തെ പറ്റിയിട്ടാണ്, ആ സാഹചര്യങ്ങളെ പറ്റിയിട്ടാണ്. ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ റഷ്യൻ സഹായത്തോടെ ആര് ശ്രമിച്ചു? സെർബിയയും ജർമ്മനിയുടെ സഹായത്തോടെ പിന്തുണയോടെ ആസ്ട്രിയയും ശ്രമിച്ചു. അതായത് സെർബിയയ്ക്കും ആസ്ട്രിയയ്ക്കും എവിടെ ആധിപത്യം ഉറപ്പിക്കണം? ബാൽക്കനിൽ ആധിപത്യം ഉറപ്പിക്കണം. അതിന് സെർബിയ റഷ്യയോട് സഹായം ചോദിച്ചു, ആസ്ട്രിയ ജർമ്മനിയോട് സഹായം ചോദിച്ചു. ഈ സമയത്താണ് 1914 ജൂണിൽ ആസ്ട്രിയൻ കിരീടാവകാശിയായിട്ടുള്ള ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായിട്ടുള്ള സാരയാവോയിൽ വെച്ച് സെർബിയൻ യുവാവായ ഗാവ്ലോ പ്രിൻസപ്പ് വെടിവെച്ച് കൊന്നത്. അപ്പോൾ ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ, അതായത് അദ്ദേഹം ആസ്ട്രിയൻ ആസ്ട്രിയൻ കിരീടാവകാശിയെ ഒരു സെർബിയൻ യുവാവ് വെടിവെച്ചു കൊന്നു. ഇതോടുകൂടി സെർബിയയാണ് ഇതിന് ഉത്തരവാദിയെന്ന് ആസ്ട്രിയ പ്രഖ്യാപിക്കുകയും സെർബിയയ്ക്കുമേൽ 1914 ജൂലൈ 28 യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. ആസ്ട്രിയയുടെ കിരീടാവകാശിയെ എന്ത് ചെയ്തു? സെർബിയൻ യുവാവായിട്ടുള്ള ഗാവ്ലോ പ്രിൻസപ്പ് വെടിവെച്ചു കൊന്നു. ഇതിന് കാരണം സെർബിയയാണ്, ഇതിൻ്റെ ഉത്തരവാദി സെർബിയയാണെന്ന് ആസ്ട്രിയ പ്രഖ്യാപിക്കുകയും 1914 ജൂലൈ 28 യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് ഓരോ സഖ്യരാഷ്ട്രവും തങ്ങളുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. ലോകത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രാഷ്ട്രങ്ങളും നേരിട്ടോ അല്ലാതെയോ ഈ യുദ്ധത്തിൽ പങ്കാളികളായി. അതിനാലാണ് ഈ യുദ്ധം ഒന്നാം ലോക യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നാം ലോക യുദ്ധം ഉണ്ടാവാനുണ്ടായ കാരണം മനസ്സിലായല്ലോ. യുദ്ധത്തിൻ്റെ ഫലങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാം ലോക യുദ്ധം ആരംഭിച്ച വർഷം എന്നായിരുന്നത് 1914 അവസാനിച്ചത് 1918 ഒന്നാം ലോക യുദ്ധം അവസാനിക്കുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതമാണ് ജനങ്ങളുടെ ജീവഹാനി. അപ്പോൾ ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങി മേഖലകൾ തകർന്നു. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു. യൂറോപ്പിൻ്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായിട്ട് സർവ്വരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപം കൊണ്ടു. അപ്പോൾ ഏത് യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് സർവ്വരാഷ്ട്ര സഖ്യം രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ഫലമായിട്ടാണ് സർവ്വരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപീകരിച്ചതെന്ന് പറയാം. ഇനി ഒന്നാം ലോക യുദ്ധത്തിൻ്റെ കഥ പറഞ്ഞിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാം ലോക യുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് ഴാങ് റെന്യായുടെ ഗ്രാൻഡ് ഇല്യൂഷൻ. യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നാണ്. ഗ്രാൻഡ് ഇല്യൂഷൻ്റെ പ്രിന്റുകൾ നാസികൾ നശിപ്പിച്ചുവെങ്കിലും പിന്നീട് അവ കണ്ടെടുക്കപ്പെട്ടു. ലെവിസ് സ്റ്റോൺ സംവിധാനം ചെയ്ത ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്, സ്റ്റാൻലി കുബ്രിക്കിൻ്റെ പാത്ത് ഓഫ് ഗ്ലോറി എന്നീ ചലച്ചിത്രങ്ങളും ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ദൃശ്യാവിഷ്കാരങ്ങളാണ്. അപ്പോൾ ഈ സിനിമകളും അവ സംവിധാനം ചെയ്ത സംവിധായകന്മാരെയും ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നാം ലോക യുദ്ധത്തെ പറ്റി വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയും ബാക്കി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. നിങ്ങൾ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഉത്തരത്തിന് കമൻറ്റ് ചെയ്യുക. ത്രികക്ഷി സഖ്യത്തിലെ രാജ്യങ്ങളുടെ പേര് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പാർട്ട് 2 വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.